ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് VC-യെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ. വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെയാണ് ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ പിതാവ് തന്നെ നേരിട്ടെത്തി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഗവർണർ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി കുടുംബത്തെ കാണുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോഴൊക്കെയും കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഒരു നടപടി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. VC-യെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വലിയ വീഴ്ചയുണ്ടായി എന്നാണ് രാജ്ഭവൻ ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നത്. ചാൻസലർ എന്ന നിലയിലാണ് ഇക്കാര്യത്തിൽ നടപടി എടുത്തിരിക്കുന്നത്. ക്രിമിനൽ ആക്രമണം സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതിക്ക് കത്തയച്ചിട്ടുണ്ടെന്നതുൾപ്പെടെ കാര്യങ്ങൾ ഗവർണർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ്. വെറ്ററിനറി സർവകലാശാല VC-യെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ പ്രശ്നത്തിൽ VC-ക്കും ഒരു തരത്തിൽ പങ്കുണ്ട് എന്നതുകൂടി ഇതിൽ അർത്ഥമാക്കുന്നുണ്ട്. VC-ക്കെതിരെയുള്ള അന്വേഷണവും ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. സർവകലാശാല അധികൃതർ വെറ്ററിനറി സർവകലാശാല അധികൃതർ എന്തുകൊണ്ട് അറിഞ്ഞില്ല, സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന കാര്യം ഗവർണർ തന്നെ പ്രതികരണമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ വീഴ്ചയാണ് ഉണ്ടായത്. ക്രിമിനൽ ആക്രമണമാണ് സർവകലാശാലയിൽ ഉണ്ടായത്. പോലീസിനെ കുറ്റപ്പെടുത്താനാകില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം വേണം എന്നാവശ്യപ്പെട്ട ഹൈക്കോടതിക്ക് കത്തയച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ SFI PFI ബന്ധമുണ്ട് എന്ന കാര്യം കൂടി ഗവർണർ ആരോപണമായി പറയുന്നു. ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് ഉത്തരവ് പോയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സേവനം ഇക്കാര്യത്തിൽ ജഡ്ജിയുടെ സേവനം വേണം. അതിന് ഹൈക്കോടതിക്ക് കത്ത് നൽകുമെന്നും ഗവർണർ പറയുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. വെറ്ററിനറി സർവകലാശാല VC-യെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥിന് സസ്പെൻഷൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ സസ്പെൻഷൻ ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഡോക്ടർ MR ശശീന്ദ്രനാഥിനാണ് സസ്പെൻഷനായിരിക്കുന്നത്. വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ് ഗവർണർ. ഒപ്പം തന്നെ അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുന്നു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് VC-യെ സസ്പെൻഡ്